ഒന്നല്ല, നല്ല സന്തോഷത്തോടാണല്ലോ വരുന്നത്. അവന്റെ കയ്യിരിപ്പനെ കിട്ടിക്കാണാൻ ഒരു സാധ്യതയും കാണുന്നില്ല. ഓളാവില്ലായിരുന്നു എന്ത് കയറിയപ്പോഴാണ് ചോദിക്കുക ഈ ജോലി കയറാൻ മോട്ടീവ് എന്തോന്ന്. എന്നിട്ട് നീ എന്താ പറഞ്ഞു? ഇവിടുത്തെ ജോലിയൊക്കെ നീ ഒറ്റയ്ക്ക് ഉണ്ടാക്കുമെന്ന് ചോദിച്ചു. അപ്പോഴേ ഇറങ്ങി പോയിക്കൊള്ളാൻ പറഞ്ഞു. എന്നാലും ഈ വീട് എങ്ങനെയാണ് ഇങ്ങനെ പൊളിഞ്ഞു? അത് കൊള്ളാം. എടാ പുല്ല ഇത് പണയോണ്ടിരിക്കുന്നേ ഉള്ളൂ. ജോലി എന്തായാലും 3 ചെയ്യും. നമുക്കെല്ലാവർക്കും കൂടെ ഒരു ബിസിനസ് തുടങ്ങിയാലോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് ഈ ലിക്കറും ബീറും കൂടെ മിക്സ് ചെയ്തിട്ട് ലിക്കർ എന്ന് പറഞ്ഞ ബ്രാൻഡും തുടങ്ങിയത്. അത് നീ ഉണ്ടാക്കൂ. അത് കൊള്ളാം. അതാകുമ്പോൾ മുടിയും നരയ്ക്കത്തില്ല. അതെന്താണ്ടാ? അതാകുമ്പോൾ അതിന് മുമ്പ് ചത്തു പോയിക്കോളുമല്ലോ. എടാ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമുക്ക് വല്ല മെഡിക്കൽ ഫീൽഡും പിടിക്കാം. അതായത് ഈ പാരസെറ്റമോൾ തുളസിയോട് അരച്ച് ചേർത്തിട്ട് പുതിയൊരു ഗുളിക ഉണ്ടാക്കാം. ഏത്? അത് നല്ല ഐഡിയ. അതാകുമ്പോൾ ഡോക്ടറായിട്ട് ഞാനിരിക്കാം. നീ വന്ന് ശ്വാസം വലിച്ചു വിട്ടേ. അതൊക്കെ ഓക്കെ. പക്ഷേ ഗുളികയ്ക്ക് ഒരു പേരും ഉണ്ടാവും. അത് വലിയ പാടൊന്നുമില്ല. ഈ അലോപ്പതിയുടെ അലയെടുത്ത് ആയുർവേദത്തിൻ്റെ വേദം കൊടുക്കുക. എന്നിട്ട് അലോവേദം എന്ന് പറഞ്ഞ് ഇറക്കാം. എങ്ങനെയുണ്ട്? ആയുർപതി എന്നാക്കിയാലോ? നമുക്ക് ഈ മരുന്നും മന്ത്രമൊക്കെ വേണം. നമുക്ക് പൈസ കുറച്ച് പലിശയ്ക്ക് കൊടുത്താൽ. പൈസ എന്തെങ്കിലുണ്ടോ? ആകെ നമ്മുടെ ഈ കാലിപ്പോക്കറ്റേ ഉള്ളു. കാലിപ്പോക്കൻ്റെ കാര്യം പറഞ്ഞപ്പോഴാ വയറ് കാലിയാ. എല്ലാം കഴിക്കണ്ടായോ? ചതിയകുളങ്ങര അമ്പലത്തിന് സപ്താഹം ഒരാഴ്ചത്തേക്ക് അവിടെ കൂടാം. അങ്ങനെയാണ് നമുക്കൊരു അമ്പലം തുടങ്ങിയത്. ഞാൻ അവിടുത്തെ സമാധിയായിട്ടിരിക്കാം.